അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാനം നിറഞ്ഞവരെ, പുതിയൊരു മാസമാണ് അൽഹംദുലില്ലാഹ് അല്ലേ. പുതിയൊരു മാസമാണ്. പുതിയ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളിലൂടെ ജമാദുൽ ആഖിർ എന്ന അതിബൃഹത്തായ സുന്ദരമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന റജബ് മാസം വരുന്നുണ്ടെന്ന് അറിയിക്കുന്ന ഒരു മാസമാണല്ലോ ഈ സുന്ദരമായ ജമാദുൽ ആഖിർ മാസം. അപ്പോൾ ഈ ജമാദുൽ ആഖിർ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളായ ഈ സമയത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നല്ലവണ്ണം ദുആരക്കണം. ആ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലണം. ആ ഒരു മജ്ലിസിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലവണ്ണം ദുആരക്കാം. അതിനു മുമ്പ് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അസ്മാഉൽ ഹുസ്നയിലെ സുന്ദരമായ വചനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ദുആരക്കാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ചുകൂടൽ ദുആ എല്ലാം നീ സ്വീകരിക്കണേ റബ്ബേ. ദിക്റിലേക്ക് നമ്മൾ കടക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം. ഒരുപാട് മുറാദുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നമുക്കും ഒക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമന്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ പടച്ചോനെ എത്രയോ ആവശ്യങ്ങൾ നേടിക്കിട്ടാൻ ആളുകൾ ദുആ വസിയത്തായി പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെയും മുറാദുകൾ ഹാസിലാവണം, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടണം. അതിനുവേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എങ്ങനെയാ ദുആരക്കേണ്ടത്? اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. اللهم قضِ حاجاتنا وحاجة من أوصانا بالدعاء يا قاضي الحاجات. നരകമോചനം ചോദിക്കണം, സ്വർഗപ്രവേശനം ചോദിക്കണം. അത് റമദാനിൽ മാത്രം ചോദിക്കേണ്ട ഒരു അമലൊന്നുമല്ല. എല്ലാ ദിവസവും നരകമോചനം ചോദിക്കണം, എല്ലാ ദിവസവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും നമ്മൾ ചോദിക്കണം. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും നരകത്തിൽ നിന്നും കാക്കുകയും സ്വർഗത്തിലേക്ക് കടത്തുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ മാത്രമല്ല, നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അതിനെന്ത് ചെയ്യണം? നല്ലവണ്ണം ദ്വാരക്കണം. പറഞ്ഞു, അല്ലാഹുമ്മ അജിർനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ.
اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين اللهم أجرني من النار وأدخلني الجنة يا رب العالمين നമുക്ക് ഹസ്ബി റബ്ബി എന്ന് പറഞ്ഞാലോ അല്ലാഹുവേ എത്രയോ നേട്ടങ്ങളാണല്ലേ നമ്മുടെ പഴയകാല ഉമ്മായും നമ്മുടെ വാപ്പമാരും ഒക്കെ നമ്മളെ ഉറക്കാനും അതല്ലാതെ ഒരു തസ്ബീഹാണ് ഇതൊരു ദിക്റാണ് ഇതൊരു ദുആയാണ് ഒരു നല്ലൊരു തേട്ടമാണ് ഏത് ഗണത്തിന് നമുക്ക് പെടുത്താൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഹസ്ബി റബ്ബി എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. എത്രയോ ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി. കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ എന്നും ജീവിച്ചിരിക്കുന്നു. ഇനി എത്രയോ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ വരാനിരിക്കുന്നു. അപ്പോൾ എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അത് നമ്മുടെ കടമയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും കിട്ടും. അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു എല്ലാവരും. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات.
നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിക്ർ ഹൽക്ക അല്ലെങ്കിൽ സ്വലാത്ത് മജ്ലിസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ഔറാദുകളിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റായിരിക്കും. അതായിരിക്കണമെന്നാണ്. കാരണം അതിനെ കവച്ചു വെക്കാൻ പിന്നെ ഒരു ദിക്റോ ഔറാദോ ഒന്നും ലോകത്തില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജദ്ദിദു ഈമാനക്കും, നമ്മുടെ ഈമാൻ ഒന്ന് പുതുക്കാൻ, അല്ലേ, വനവ്വിറു ഖുലൂബക്കും, നമ്മുടെ ഹൃദയങ്ങൾ അതൊക്കെ ഒന്ന് പ്രകാശിക്കാൻ, അല്ലേ, നമ്മുടെ നാവുകൾക്ക് സുന്ദരമായി നമുക്ക് പറയാൻ പറ്റുന്ന, മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പുണ്യമായ വാക്ക് അള്ളാഹു തആല ഈ ഒരു വാചകം പറഞ്ഞ് നമുക്ക് മരണപ്പെടാനുള്ള തൗഫീക്ക് തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിൽ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അഫ്ളലു ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു തആല നമുക്ക് പുറത്തു തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ ഒരു ദിക്റിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. അത് പ്രത്യേകിച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷവും പറയാം. സ്പെഷ്യലായിട്ട് മഗ്‌രിബ് നമസ്കാരം അതുപോലെ സുബ്ഹി നമസ്കാരം, ഈ രണ്ട് നമസ്കാരങ്ങൾക്ക് ശേഷവും 10 പ്രാവശ്യം വീതം ഈ ദിക്ർ പറയൽ പ്രത്യേകം നല്ലതാണ്. ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം ഇന്നത്തെ മജ്‌ലിസിൽ നമ്മൾ ചൊല്ലിയ മുഴുവൻ ദിക്ർ ഔറാദുകൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനവധി ആളുകൾ നമ്മളോട് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകമായിട്ട് ദുആരക്കാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞവരുണ്ട്, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി എഴുതിയിട്ടുണ്ട്. അതല്ലാതെ കമന്റ് ഒന്നും എഴുതാൻ അറിയില്ല ഉസ്താദ്, നിങ്ങൾ ദുആരക്കണമെന്ന് പറഞ്ഞ നിരവധി വാപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മുത്തത്തിൽ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
الناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا രാജാതിരാജനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ എല്ലാവരും. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, ആരുടെ മണ്ണിൽ ആരെല്ലാം കഴിയുന്നുണ്ടോ പടച്ചവനെ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ മജ്ലിസുൽ ആമീൻ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്തും സിഹത്തും ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാ. രോഗങ്ങളെ തൊട്ടുള്ള കാവൽ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹാത്തുകളുടെ മജ്ലിസിലൊക്കെ പങ്കെടുക്കാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരാണ്. ആരെല്ലാം എന്തെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞെന്ന് നിനക്കറിയാം അല്ലാ. ഒരു ബയാന തഫ്സീറിന്റെ ആവശ്യമില്ല അല്ലാ. ഓരോരുത്തരുടെയും മനസ്സിന്റെ എല്ലാ മുറാദുകളും നീ അറിയുന്നവനാണ് റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ഖൈറായ നല്ലൊരു ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ സ്വഭാവങ്ങൾ നീ നന്നാക്കി തരണേ അല്ലാ. മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. മക്കൾ കാരണം കണ്ണീര് കുടിക്കുന്ന മാതാപിതാക്കളിൽ പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മക്കൾ കാരണം സന്തോഷിക്കുന്ന ഉമ്മമാരിൽ, വാപ്പമാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ ആമീൻ പറയുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്, എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിരവധി ആളുകൾ രോഗികളാണ്. പലവിധ മാനസികമായ, ശാരീരികമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട്. അല്ലാഹുവേ, ആർക്കെല്ലാം എന്തെല്ലാം അസുഖങ്ങളാണെന്ന് നിനക്കറിയാം റബ്ബേ. എല്ലാവരുടെയും രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ നോക്കി വെറുക്കുന്ന, മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളുടെ ജീവിതം നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഭാര്യ ഭർത്താവിനെ നോക്കി, ഭർത്താവ് ഭാര്യയെ നോക്കി, മാതാപിതാക്കളെ നോക്കി മക്കൾ പറയുകയാണ്, ഇതൊന്നും മരിച്ചെങ്കിൽ അല്ലാഹുവേ ആ അവസ്ഥ വരെയൊന്നും ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. അവസാന ശ്വാസം വരെ നിന്ന് നിസ്കരിക്കാനും ഇബാദത്തുകൾ എടുക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരവസ്ഥ നീ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന് രൂപ കടങ്ങളുണ്ട്. റഹ്മാനെ, എല്ലാവരുടെയും കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു കാണിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സാമ്പത്തികമായ ഭദ്രത തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റബ്ബേ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി ഞങ്ങളുടെ മക്കൾ, അവരുടെ പലരുടെയും വിവാഹം ശരിയായിട്ടുള്ള ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. പല മക്കളുടെയും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ പേരക്കുട്ടികളുടെ അല്ലാഹുവേ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. നീ വിജയത്തിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും കുടുംബജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. വീടുപണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പ്രവാസികളാണ്. പല സഹോദരന്മാരും സഹോദരിമാരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ.
പ്രവാസികളായ ഞങ്ങളുടെ സഹോദരന്മാര് സഹോദരിമാര് അവർക്ക് നീ ഖൈറും ബറകാത്തും റഹ്മാത്തുകളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ശമ്പളം കെട്ടിക്കിടക്കുന്നൊരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പൈസയിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. കുടുംബത്തിൽ സ്വസ്ഥത തരണേ അല്ലാ. മക്കളിൽ സ്വലാഹിയത്ത് തരണേ അല്ലാ. അല്ലാഹുവേ എപ്പോഴാണെങ്കിലും ഞങ്ങൾ മരിക്കുന്നവരാണ്, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തു പോകുന്ന അവസ്ഥ വരെയൊന്നും ഞങ്ങളെ നീ എത്തിക്കല്ലേ അല്ലാ. കിടത്തിക്കളയല്ലേ റഹ്മാനെ. മറ്റുള്ളവർ നോക്കി ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ വരെയൊന്നും നീ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. മരിക്കുന്ന സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് ഇബാദത്ത് ചെയ്തുകൊണ്ട് അല്ലാഹുവേ നോമ്പുകാരായി ശുഹദാക്കളുടെ പ്രതിഫലം വാങ്ങിക്കൊണ്ട് മരണപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. ഹറാമിനെ തൊട്ട് കാക്കണേ അല്ലാ. ഹലാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ നൂറ് നീറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരും സഹോദരങ്ങളും ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെല്ലാം എവിടെ വെച്ചെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞെന്ന് നിനക്കറിയാം റബ്ബേ. എല്ലാവരുടെയും എല്ലാ വിഷമ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഹലാലായ മുറാദ് നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ സഹോദരിമാരിൽ പലരും ഗർഭിണികളാണ്, ഞങ്ങളുടെ ഭാര്യമാരിൽ ഗർഭിണികളാണ്. അല്ലാഹുവേ സുഖപ്രസവം അവർക്ക് കൊടുക്കണേ അല്ലാ. നല്ല മക്കളെ നീ പ്രദാനിക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജ് ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് റഹ്മാനെ. അവരുടെ യാത്രകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഖൈറാക്കി കൊടുക്കണേ അല്ലാ. ബറക്കത്തിലാക്കി കൊടുക്കണേ അല്ലാ. സലാമത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ എല്ലാവിധത്തുള്ള നിഅമത്തും തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. സുഡാനിലെ, ഫലസ്തീനിലെ, ഗസയിലെ, ഇന്ത്യയിലെ അല്ലാഹു ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഏതെല്ലാം മുഅ്മിനീങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാവർക്കും നീ സമാധാനവും ശാന്തിയും കൊടുക്കണേ അല്ലാ. എല്ലാവിധ ബറക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പരമാവധി പങ്കെടുക്കുക. മറ്റുള്ളവർക്ക് നമ്മുടെ ഈ മജ്ലിസിന്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇതെത്തട്ടെ, എല്ലാവരും കാണട്ടെ, എല്ലാവരും പങ്കെടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസ് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.